രാജസ്ഥാൻ ടീമിന് എന്ത് പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രാജസ്ഥാൻ സാധാരണ പൊരുതിയാണ് കളിക്കാറ്. എന്നാൽ ഇന്ന് ഈസി ആയിട്ട് കളി വിട്ടുകൊടുത്തു. ഒരു സിക്സ് പോലും ശരിക്കടിക്കാൻ രാജസ്ഥാന് സാധിക്കുന്നില്ല. റിയാൻ പരാഗ് അടക്കം ഒരുപാട് വിക്കറ്റുകൾ രാജസ്ഥാനുണ്ടായിരുന്നു. എന്നിട്ടും അവർ മെല്ലെയാണ് ഇന്ന് കളിച്ചത്. എന്തായിരിക്കും ഇതിന് കാരണം? എന്തുകൊണ്ടാണ് രാജസ്ഥാൻ തോറ്റത്? ഇപ്പോഴിതാ രാജസ്ഥാന്റെ കോച്ച് വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കോച്ച് സംഘക്കാരെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സംഘക്കാരെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാജസ്ഥാൻ കളി തോറ്റത് ബാറ്റിംഗ് കാരണമാണ്. ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇത് സ്ലോ ബാറ്റിങ്ങിനുള്ള പിച്ചാണ്. ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഇവിടെ കളിക്കാൻ സാധിക്കില്ല. അതേസമയം സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കളിക്കാം. ഈ പിച്ചിന്റെ കുഴപ്പമാണ്, അല്ലാതെ രാജസ്ഥാന്റെ കുഴപ്പമല്ല. രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു ബൗണ്ടറി പോലും അടിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ പിച്ചായിരുന്നു ഇന്നത്തേത്. സാധാരണ അവർ രാത്രി മാച്ചുകളിലാണ് കളിക്കാറ്. ഇന്നത്തെ മാച്ച് 3:30 അതും ഒരു പരാജയ കാരണമാണ്. ഇന്ന് CSK ഫസ്റ്റ് ബാറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ബാറ്റിംഗിൽ രാജസ്ഥാൻ ജയിച്ചേനെ. ഇതുപോലത്തെ ഒരു പിച്ചിൽ ഒരിക്കലും 150 റൺസിന് മുകളിൽ എടുക്കാൻ സാധിക്കില്ല. BCCI പിച്ച് ശരിക്ക് പരിശോധിക്കണം. ഇതുപോലത്തെ പിച്ച് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും എതിർ ടീമുകൾ ജയിക്കും. ഈ ഒരു മാച്ച് തോറ്റതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അടുത്ത മത്സരത്തിൽ ജയിച്ച് പ്ലേ ഓഫിലെത്തുമെന്ന് സംഘകാര വ്യക്തമാക്കി. രാജസ്ഥാൻ അടുപ്പിച്ച് 3 മാച്ച് തോറ്റിരിക്കുകയാണ്. ഇനി അവർക്ക് 2 മാച്ച് ബാക്കിയുണ്ട്. ഇതിലെ ഒരെണ്ണത്തിൽ ജയിച്ചാൽ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. CSK ടീമിനെ അപേക്ഷിച്ച് ഇന്നത്തെ മാച്ച് ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. ഇന്ന് തോറ്റാൽ ചെന്നൈ പുറത്തായിരുന്നു. ഇനി അടുത്ത മാച്ചിൽ ചെന്നൈ ജയിച്ചാൽ അവര് പ്ലേ ഓഫിലെത്തും. CSK ടീം ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. രാജസ്ഥാൻ 141 റൺസ് എടുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സാധാരണ മികച്ച കളിയാണ് രാജസ്ഥാൻ കാഴ്ചവെക്കാറ്. പക്ഷേ ഇന്നത്തെ പിച്ചിന്റെ കുഴപ്പമാണ് രാജസ്ഥാൻ കളി തോറ്റത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.